രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പം കൊടിയും ചോളത്തുണിയൊക്കെ ആയിട്ട് പറന്നിറങ്ങിയ കുറെ ടീംസാണ് ഈ DYFI SFI ടീമുകൾ. കോൺഗ്രസ് ആണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയാണ്. അപ്പം അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും പേരിൽ ഒരു ആരോപണം വരുമ്പം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് അവകാശമാണ്. പക്ഷേ ഉണ്ടല്ലോ, കമ്മിച്ചേട്ടന്മാരെ, ഈ ഷഹനാസ് കോൺഗ്രസ്സുകാരിയാണെന്നാണ് ഷഹനാസ് ക്ലെയിം ചെയ്യുന്നത്. ഷഹനാസ് കോൺഗ്രസ്സുകാരി അല്ലാന്ന് കോൺഗ്രസ് വേറെ പറഞ്ഞിട്ടില്ല. ഷഹനാസിനെതിരെ എത്ര ആരോപണം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അണ്ണാക്കിന് പിരികെട്ടിപ്പോയോ? ഒരു കോൺഗ്രസ്സുകാരിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയായ CPIMന്റെ യൂത്ത് പാർട്ടികൾ അല്ലെങ്കിൽ യൂത്ത് സംഘടനകളായ SFI, DYFI, അവർക്കൊക്കെ അണ്ണാക്കിന്റെ പിരികെട്ടിപ്പോയോ? എന്തേ മിണ്ടാത്ത? ഷഹനാസിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും പുറത്തായാൽ CPIMനും നാണക്കേടാകും എന്നുള്ള വല്ല പേടിയും കൊണ്ടെങ്ങാനുമാണോ? സത്യത്തിൽ ഈ ഷഹനാസ് കോൺഗ്രസ്സുകാരിയാണോ അതോ നിങ്ങളുടെ പാർട്ടിക്കാരിയാണോ? ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നതും നേരത്തെ പരാതിപ്പെട്ടതും അലിഗേഷൻ അവർക്കെതിരെ, ഈ ഷഹനാസിനെതിരെ അലിഗേഷൻ കൊണ്ടുവന്നതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. മിണ്ടാട്ടം ഇല്ലായിരുന്നല്ലോ കമ്മിക്കുഞ്ഞുങ്ങൾക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ ആവേശം തണുത്തോ? അപ്പൊ പറ്റുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയും. നിങ്ങളുടെ കയ്യിലാണല്ലോ പാർട്ടിയും പോലീസും കേസും കോടതിയും എല്ലാം ഇരിക്കുന്നത്. അന്വേഷിച്ച് അങ്ങനെ അലിഗേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അത് പറയുന്നത് വേറൊരു കാര്യം ശരിയാട്ടോ, കാരണം ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം പ്രത്യേകിച്ച് ഷഹനാസിനെ പോലെ ഉള്ള ഒരാളുടെ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ ആരോപണം അങ്ങ് അപ്പുറത്തെ പഞ്ചായത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രതിഷേധം നടത്തണം അല്ലേ, ഫ്ലെക്സ് വെക്കണം. ഷഹനാസിന്റെ കാര്യത്തിൽ അത് പാടില്ല. അയ്യോ, അത് ആരോപണം തെളിയണമല്ലോ. ഡബിൾ കൈവച്ചു.